നെയ്യാറ്റിൻകരയിൽ 48 പേർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP-യിൽ ചേർന്നു. നെയ്യാറ്റിൻകര കാർഷിക സഹകരണ ബാങ്ക് ഡയറക്ടർ ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരാണ് BJP-യിൽ അംഗത്വമെടുത്തത്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷും ചേർന്ന് പ്രവർത്തകരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. സുനിഷ അയ്യലൂരിന്റെ വിവരങ്ങളുമായി. സുനിഷ, ഇന്നലെ ആറ്റിങ്ങലിൽ കുറച്ച് BJP പ്രവർത്തകർ CPIM-ലേക്കാണ് ചേക്കേറിയത്. ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായി കൂടുവിട്ട് കൂടുമാറുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. ഇന്നിപ്പോൾ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ആണ് 48ഓളം പേർ ചേർന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് ഇവർ പാർട്ടി വിടാനുള്ള കാരണം? ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഇതേ രീതിയിൽ ഇപ്പോൾ പല മണ്ഡലങ്ങളിൽ നിന്നുമായി കൂടുമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഏതായാലും ഇന്നലെ ആറ്റിങ്ങലിന് സമാനമായി ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ 48ഓളം പേരാണ് BJP-യിലേക്ക് ചേർന്നിരിക്കുന്നത്. അല്പസമയം മുമ്പ് BJP-യുടെ സംസ്ഥാന കാര്യാലയത്തിൽ ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ജില്ലാ പ്രസിഡന്റ് BJP ജില്ലാ പ്രസിഡന്റ് രാജേഷും VV രാജേഷും കൂടിയായിരുന്നു ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തത്. പറഞ്ഞതുപോലെ തന്നെ ഈ നെയ്യാറ്റിൻകരയിലെ സഹകരണ ബാങ്ക് ഡയറക്ടർ അടക്കം കാർഷിക സഹകരണ ബാങ്ക് ഡയറക്ടർ D ചന്ദ്രൻ, അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, മുൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഈ പാർട്ടിയിലേക്ക് BJP-യിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും പറഞ്ഞിരുന്നത്. പാർട്ടിക്കകത്തുള്ള ചില കാര്യങ്ങളിൽ അവർ പൂർണ്ണമായും അതൃപ്തരായിരുന്നു, സംതൃപ്തരായിരുന്നില്ല. അതൊരു കാരണം. മറ്റൊരു കാരണം ഈ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷവും പലയിടങ്ങളിലും നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലടക്കം ആകൃഷ്ടരായി ഈ BJP-യിലേക്ക് വരുന്നു എന്നതാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ 48ഓളം പേർ ഇപ്പോൾ BJP-യിലേക്ക് വന്നിട്ടുള്ളത്. ഇവർ പറയുന്നത് പ്രകാരം ഇനിയും കൂടുതൽ പേർ 60 എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏതായാലും കൂടുതൽ പേർ ഇനിയും ഈ കൂടുമാറ്റത്തിന്റെ ഭാഗമാകുമെന്നത് തന്നെയാണ് ഇവർ പറയുന്നതും. ബിനിൽ, തിരുവനന്തപുരത്ത് 48 പേരാണ് നെയ്യാറ്റിൻകരയിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് BJP-യിൽ ചേർന്നിരിക്കുന്നത്. അതേസമയം